ഈ വിഷയത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ ഇടപെടുന്ന എൻ്റെ സർക്കിളിൽ, എൻ്റെ പരിസരത്ത്, അല്ലെങ്കിൽ സക്സസ് ആയി എന്ന് ഞാൻ കരുതുന്ന ആളുകളെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തപ്പോൾ, അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് ബിസിനസ്സിനെയും തൊഴിലിടത്തെയും ഒക്കെ സമീപിക്കുന്ന, ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അതിനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരാളും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവവും എൻ്റെ പരിസരം എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പിന്നെ വർക്ക് ഈസ് വർഷിപ്പ് എന്നാണല്ലോ. ഇപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട, തൊഴിൽ സ്ഥലത്ത് എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എങ്ങനെ സക്സസ് ആവും എന്നുള്ളതാണല്ലോ നമ്മുടെ ഡിസ്കഷന്. ആ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ തൊഴിലെടുക്കുന്ന സ്ഥലത്തോടും നമ്മുടെ തൊഴിൽ ദാതാവിനോടും നമ്മളെ സഹപ്രവർത്തകരോടും നമുക്ക് പിന്നെ നന്ദിയും കടപ്പാടും ബഹുമാനവും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടാവുമ്പോഴാണ് ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ബർക്ക, അറബികൾ പറയാം അങ്ങനെ, ഒരു ബർക്ക ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതായത് ചില ആളുകളുണ്ട്, പിന്നെ നമ്മൾ തൊഴിലിടത്തിൽ വന്നിട്ട് നിരന്തരം നെഗറ്റീവ് എനർജി പ്രസരിപ്പിക്കുകയും തൊഴിൽ സ്ഥാപനത്തെയും തൊഴിൽ ദാതാവിനെയും നമ്മുടെ സഹപ്രവർത്തകരെയൊക്കെ നിരന്തരം ശാപവാക്കുകൾ പറയുകയും നമ്മൾ മാത്രമാണ് ശരിയെന്നും നമുക്കനുസരിച്ച് മറ്റുള്ളവരൊന്നും പോരാന്നും ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ചിന്ത പിന്നെ ഒരു സക്സസ്സും രൂപപ്പെടുത്തൂല. അതൊരു പ്രൊഡക്റ്റീവായ ചിന്തയല്ല. അത്തരം ആളുകൾക്ക് ഒരിക്കലും അതിങ്ങനെ പറഞ്ഞു നിൽക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സക്സസ്സിലേക്ക് അവർക്ക് റീച്ച് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അവർ ചിന്തിക്കുന്നത് അവർ മാത്രമാണ് കഴിവുള്ളവരെന്നും അവർ മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ള സിസ്റ്റം മൊത്തം പരാജയമാണെന്നും എൻ്റെ തൊഴിൽദാതാവും എൻ്റെ തൊഴിലിടവും എൻ്റെ കൊളീഗ്സൊക്കെ പരാജയമാണെന്നും ഞാൻ ഇവിടെ ഒന്നും എത്തേണ്ട ഒരാളല്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്ത ഒരു നെഗറ്റീവായ മനുഷ്യനാണ് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത്തരം സാഹചര്യങ്ങൾ, ഇപ്പോൾ ഒരു തൊഴിലിടത്തിൽ എല്ലാവരും സാറ്റിസ്ഫൈ ആവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് വേണ്ട ഒരു അപ്രിസിയേഷൻ അവിടുന്ന് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ശമ്പളം നമുക്ക് നമ്മുടെ തൊഴിൽദാതാവിന് തരാൻ കഴിഞ്ഞെന്ന് വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടുന്ന് കിട്ടിയില്ല എന്ന് വരും. അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെ എക്സ്പെക്റ്റേഷൻ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതൊരു വിശാലമായ ലാൻഡ്സ്കേപ്പ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും പ്രാപ്തരാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രാപ്തരായതുകൊണ്ടാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അത്തരം തോന്നലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റൊരു തൊഴിലിടം തേടി പോകാവുന്നതാണ്. ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കി നമുക്ക് മറ്റൊരു തൊഴിലിടം തേടി പോകാവുന്നതാണ്. പക്ഷെ അൾട്ടിമേറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് മാറ്റില്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലവും അവസാനം ഇതേപോലെ ആയിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായ ആരാധന എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ജോബിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ ജോലി ഒരു ആരാധനയും നമ്മുടെ തൊഴിലിടം ഒരു ആരാധനാലയവും ആയിട്ടാണ് നമ്മളതിനെ പരിചരിക്കേണ്ടത്, അതിനെ സൂക്ഷിക്കേണ്ടത്, അവിടെ സൂക്ഷ്മത പുലർത്തേണ്ടത്. ഈ കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റം ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലൊരു മാറ്റം കൊണ്ടുവന്നാൽ നമുക്ക് വലിയൊരു ബ്ലെസ്സിങ്സും വലിയൊരു മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തൊഴിലെടുക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കുറവുകൾ തീർച്ചയായിട്ടും ഒരു സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ആളുകളുള്ള സ്ഥാപനമായിരിക്കാം, കുറേ ആളുകളുള്ള സ്ഥാപനമായിരിക്കാം, കുറച്ച് ആളുകളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, കുറേ ആളുകളുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം. അത്തരം സ്ഥലങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അധികൃതരെ വളരെ സ്വകാര്യമായിട്ട്, അത് തൊഴിൽദാതാവട്ടെ സഹപ്രവർത്തകനാവട്ടെ, അവരെ വളരെ സ്വകാര്യമായിട്ട് അത് തിരുത്തുന്നതിന് വേണ്ട അഡ്വൈസുകൾ കൊടുക്കുകയും, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ആയതുകൊണ്ട് നമുക്കത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയും, ആ സ്ഥാപനത്തിൻ്റെ, ആ തൊഴിൽദാതാവിൻ്റെ അല്ലെങ്കിൽ നമ്മളെ സഹപ്രവർത്തകൻ്റെ നിറവുകളെ കാര്യമായി പറഞ്ഞ് പ്രശംസിക്കുകയും വേണ്ട രീതിയിലുള്ള പ്രശംസ കൊടുക്കുകയും ചെയ്താൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റം, നമുക്ക് വ്യക്തിപരമായിട്ട് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഒരു പരിസരമൊക്കെ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ.